നമ്മുടെ ഈ ചോക്കിനെ കൊണ്ടേ ഒക്കെ വരപ്പിക്കുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞ ദിവസേ നമ്മുടെ ഓട്ടോ കാർവ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തത് പോലെ തന്നെ 1.5 ഇഞ്ച് എടുത്തിട്ടേ നമ്മളൊരു കൂർക്കയുടെ ഷേപ്പിലേക്ക് ഒന്ന് കാർവ് ചെയ്തെടുക്കുവാറേട്ടാ. മുറ്റത്ത് തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് കേട്ടാ. 1 അല്ല 2 3. ആദ്യത്തേതേ നല്ല പക്കാ കോട്ടൺ ആണ് കേട്ടാ. വിലയും തീരെ കുറവാണെന്നേ. കിങ് സൈസ് ആണ് കേട്ടാ. അതേ 2 പില്ലോ കവറ്. കൂട്ടത്തിലെ ഏറ്റവും വില കുറവ് ഇതിനാണ് കേട്ടാ. വിലയെ പോലെ തന്നെ ഇല്ലേ, വെയിറ്റും ഇത്തിരി കൂടുതലാണ് കേട്ടാ. കോട്ടൺ എന്നാണ് എഴുതിയേക്കുന്നതെങ്കിലും ഇല്ലേ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇല്ലേ നല്ല ഉപയോഗിക്കാൻ നല്ല സോഫ്റ്റ്, നല്ല സുഖമാണ് കേട്ടാ. ഒരു കർട്ടന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടാ. പക്ഷെ ഇല്ലേ സംഭവം വെട്ടിക്കെട്ട് തുണിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്പഞ്ച് മോഡലിലൊക്കെ തുണിയാണ് കേട്ടാ. പിന്നെ എല്ലാത്തിനും പില്ലോ കവർ ഉണ്ട്. എല്ലാത്തിന്റെയും പില്ലോ കവർ നല്ല വലുപ്പമുള്ളതാണ് കേട്ടാ. സാധാരണ പുതിയത് വാങ്ങിച്ചാൽ നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇല്ലേ ഇതിന്റെ പുറത്തിരുന്ന് കാർവ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് കണ്ടിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. നമുക്ക് സാധാരണ പുല്ലിലിരുന്ന് കാർവ് ചെയ്യാട്ടാ. കാരണം നന്നായിട്ട് പൊടിയടിക്കുന്നേ. ഇന്നൊരു വെറൈറ്റിക്ക് കാർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടങ് ക്ലീനർ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതെ നമ്മുടെ സേഫ്റ്റി പിൻ കൊണ്ട് കുറെ ഡോട്ടുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോട്ടല്ല, കുത്ത്. ഇനി നമുക്ക് ബൊഗൈൻ വില്ലയുടെ ഉണങ്ങിയ ഒരു കമ്പാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. പേപ്പർ കപ്പിൽ കുറച്ച് പ്ലാസ്റ്റർ പാരീസ് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുവാണ്. കയ്യിലുണ്ടായിരുന്ന കുറെ ആർട്ടിഫിഷ്യൽ ഇലകളാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. റെഡിയാക്കി വെച്ച ജാക്ക് ഫ്രൂട്ടുകളെല്ലാം എടുത്തിട്ട് തണ്ടും പിടിപ്പിച്ച് പെയിന്റും കൂടി അടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മരത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ജാക്ക് ഫ്രൂട്ട് ഒട്ടിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ചക്കമരം തന്നെ ആയാൽ നോക്ക്. ബെഡ്ഷീറ്റ് വാങ്ങാൻ പ്ലാനുള്ളവർ ലിങ്കിൽ കയറാൻ മറക്കല്ലേ.